നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. കടൽ കൊള്ളക്കാർക്കെതിരെ സുപ്രധാന ദൌത്യവുമായി നാവികസേന. കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ മോചിപ്പിക്കാൻ ദൌത്യം ആരംഭിച്ചു. 2 കപ്പലുകൾ അറബിക്കടലിൽ വിന്യസിച്ച് നാവികസേന. നിതിൻ അംബുജൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. നിതിൻ, ദൌത്യം ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രവിത, രക്ഷാദൌത്യം ഇപ്പോഴും പുരോഗമിക്കുന്നതായി നാവികസേന അറിയിച്ചു. ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ അൽ ഖബാർ ആണ് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ കടൽ കൊള്ളക്കാർ 9 പേരടങ്ങുന്ന സംഘം ആയുധങ്ങളുമായി കപ്പൽ റാഞ്ചിയത്. ഈ കപ്പലിൽ പാകിസ്ഥാൻ സ്വദേശികളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ്. നിലവിലിപ്പോൾ ഇന്ത്യൻ നാവികസേന ഈ സംഭവ സ്ഥലത്ത്, അതായത് സൊക്കോട്ടയിലെ തെക്ക് പടിഞ്ഞാറിൽ നിന്നും 90 നോട്ടിക്കൽ ഇന്ത്യൻ നാവികസേന പുരോഗമിക്കുന്നുണ്ട്. ശരി നിതിൻ, ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഇടപെടുകയാണ്. കടൽ കൊള്ളക്കാർക്കെതിരെ സുപ്രധാന ദൌത്യവുമായി നാവികസേന. കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ മോചിപ്പിക്കാൻ ദൌത്യം തുടങ്ങി. പത്തനംതിട്ട പട്ടാഴിമുക്കിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം മനഃപൂർവ്വമെന്ന് സൂചന. അമിത വേഗതയിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. നൂർനാട് സ്വദേശിനി അനുജ, ചാരുമൂട് സ്വദേശി ഹാഷിം എന്നിവരാണ് ഇന്നലെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. ടൂർ കഴിഞ്ഞ് സഹപ്രവർത്തകരോടൊപ്പം മടങ്ങുകയായിരുന്ന അനുജയെ ഹാഷിം കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഇന്നലെ രാത്രി 10:30യോടെയായിരുന്നു അപകടം. തുമ്പമൺ നോർത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയാണ് അനുജ. ഹാഷിമും അനുജയും സുഹൃത്തുക്കളാണ്. തിരുവനന്തപുരത്ത് നിന്നും സഹപ്രവർത്തകരോടൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞ് ഹാഷിം അനുജയെ കാറിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു. ഹാഷിം ബന്ധുവാണെന്നായിരുന്നു അനുജ സഹപ്രവർത്തകരോട് പറഞ്ഞത്. സംശയം തോന്നിയതോടെ സഹപ്രവർത്തകർ ബന്ധുക്കളെ വിവരമറിയിച്ചു. ഇതിനിടെ അടൂർ പട്ടായമുക്കിൽ വെച്ച് അപകടവുമുണ്ടായി. वहाँ पे रोड साइड कार आई थी। फादर बता रहा जैसे मेरा रोड साइड कार आके और गाड़ी में टकराई है जी। हमारी गाड़ी तो वहाँ पर रुक गई है, आराम से कंट्रोल कर लिया हमने जी। वहाँ पे 40 स्पीड पे गाड़ी वहाँ कंट्रोल कर ली जी. കാർ അമിത വേഗത്തിൽ ഓടിച്ച് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയെന്നാണ് സൂചന. വാഹനത്തിനുള്ളിൽ നിന്നും മദ്യക്കുപ്പിയും കണ്ടെത്തി. കാറിൽ മൽപ്പിടുത്തം നടന്നതായി സംശയിക്കുന്നുവെന്ന് ദൃക്സാക്ഷി ഏനാദിമംഗലം പഞ്ചായത്ത് അംഗം ശങ്കർ മരൂർ. ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് 3 ട്രിപ്പ് ഈ ഡോറ് തുറന്നു, ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൻ്റെ ഡോറ് തുറന്നു. ഇതിൽ പെട്ടെന്ന് നോക്കുന്നവരൊക്കെ സ്വഭാവമായിട്ട് മനസ്സിലായി ഇതിൽ ആരെയോ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. അതിൻ്റെ അകത്ത് മദ്യമുണ്ട്, കുപ്പിയൊക്കെ അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ അറിയുന്നത് കൂടുതലുള്ള ടീച്ചർമാർ വന്നു. ഈ ടീച്ചർമാരെല്ലാം കൂടെ ടൂർ പോയതാണ്. ടൂർ പോയിട്ട് വന്ന വഴിക്ക് കുളക്കട വെച്ചിട്ട് പിടിച്ചിറക്കുകയാണ് ഈ കുഞ്ഞ്. ഈ ടീച്ചറിനെ പിടിച്ചിറക്കുകയാണ്. അനുജ വിവാഹിതയാണ്. 11 വയസ്സുള്ള കുട്ടിയുമുണ്ട്. അടൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. 24 പത്തനംതിട്ട. പത്തനംതിട്ട പട്ടാഴിമുക്കിലെ വാഹനാപകടത്തിൽ 2 ജീവൻ പൊലിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോഴും ദുരൂഹതകൾ ഒഴിയുന്നില്ല. അനുജയും ഹാഷിമും എങ്ങനെ പരിചയപ്പെട്ടുവെന്നോ ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചുവെന്നോ 2 പേരുടെയും വീട്ടുകാർക്കറിയില്ല. മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ഹാഷിമിന്റെ പിതാവ് പ്രതികരിച്ചത്. ആലപ്പുഴ നൂറനാട് പാലമേൽ പഞ്ചായത്തിലാണ് അനുജയുടെ കുടുംബ വീട്. പിതാവും മൂത്ത സഹോദരനുമാണ് ഇവിടെ താമസം. 1.5 മാസം മുൻപാണ് ശസ്ത്രക്രിയയ്ക്കായി അനൂജ തറവാട്ടിലെത്തിയത്. ഇവിടെ നിന്നാണ് തുമ്പമണിലെ സ്കൂളിൽ ജോലിക്ക് പോയിരുന്നത്. നാളെ കായംകുളത്തുള്ള ഭർത്താവിൻ്റെയും മകൻ്റെയും അടുത്തേക്ക് പോകാനിരിക്കെയാണ് ദുരൂഹ മരണം. ഹാഷിം ആരാണെന്ന് അനുജയുടെ കുടുംബത്തിന് അറിയില്ല. പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സ്കൂൾ ഹെഡ് മാസ്റ്ററായി റിട്ടയർ ചെയ്ത അനുജയുടെ അച്ഛൻ രവീന്ദ്രൻ. അനുജയുടെ മരണത്തിൻ്റെ ഞെട്ടലിലാണ് നാടും. അവർ മാന്യമായി ജീവിക്കുന്ന കുടുംബം. അധ്യാപികയായിരുന്നു അച്ഛൻ അധ്യാപകനും അമ്മ അധ്യാപികയായിരുന്നു. ഈ കുട്ടിയും കോളേജ് പ്രൊഫസറാണ്. മാന്യമായി ജീവിക്കുന്ന കുട്ടിയാണ്. അനുജയുടെ വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ ചാരുമൂട്ടിലാണ് ഹാഷിമിന്റെ വീട്. ഇന്നലെ രാത്രി 9:15 ഹാഷിമിനെ ആരോ ഫോണിൽ വിളിച്ചു. സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷിം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി വിശ്രമിക്കുകയായിരുന്നു. ഫോൺ കോളിന് പിന്നാലെ ഉടൻ മടങ്ങി വരാമെന്ന് പറഞ്ഞാണ് മകൻ പോയതെന്ന് ഹാഷിമിന്റെ മാതാവ് പറയുന്നു. പിന്നെ കേൾക്കുന്നത് അപകട വാർത്ത. ഭാര്യയും ഒരു മകനുമുള്ള ഹാഷിം അനുജയുമായി എങ്ങനെ സൗഹൃദത്തിലായി എന്ന് ഇവർക്കറിയില്ല. ഒന്ന് മാത്രം അവർ പറയുന്നു, ഹാഷിം ആത്മഹത്യ ചെയ്യില്ല. അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഇവരെയൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇവൻ്റെ കൂടെ ഉള്ള ഒരു ടീമിനെ നമുക്കറിയത്തേ ഇല്ല. ഇവൻ്റെ ജീവിതത്തിൽ അവനെ അങ്ങനെ ചിന്തിക്കാനേ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ അത്ര സ്റ്റാമിന ഉള്ള ഇറക്കണം. ഇവനെ വലിയ കാര്യം എല്ലാവർക്കും.
അനുജയുടെ മൃതദേഹം നാളെ നൂറനാട് കുടുംബ വീട്ടിലും എത്തിക്കും. 24 ആലപ്പുഴ. ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചുവെന്ന കേസിൽ ഒരാൾ പിടിയിൽ. സംവിധായകൻ ബ്ലസ്സിയും ചെങ്ങന്നൂരിലെ തിയേറ്റർ ഉടമയും നൽകിയ പരാതിയിലാണ് നടപടി. വിദേശ രാജ്യങ്ങളിലടക്കം ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നതായും പരാതിയിൽ പറയും. ഇന്നലെ ചിത്രം റിലീസ് ചെയ്തതിനു പിന്നാലെയാണ് തിയേറ്ററിൽ നിന്ന് മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത്. സംവിധായകൻ ബ്ലസ്സി എറണാകുളം സൈബർ സെല്ലിൽ പരാതി നൽകി. പ്രചരിക്കുന്ന ദൃശ്യത്തിന് സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു പരാതി. ആലപ്പുഴ ചെങ്ങന്നൂരിലെ ഒരു തിയേറ്ററിൽ നിന്ന് ചിത്രം പകർത്തിയതിന് തെളിവുകളും കൈമാറി. CCTV ദൃശ്യങ്ങൾ സഹിതം തിയേറ്റർ ഉടമയും ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ ലഭിച്ചില്ല. വിദേശത്തുള്ള സുഹൃത്തിന് വീഡിയോ കോൾ വഴി ഏതാനും ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇയാൾ മൊഴി നൽകി. മൊബൈൽ ഫോൺ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. വിദേശത്തു നിന്ന് മലയാളികൾ നിയന്ത്രിക്കുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചും സൈബർ സെല്ലിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. 24 കൊച്ചി. സംസ്ഥാനത്ത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂട് ഇന്ന് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തി. 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. 2019 ശേഷം ഇതാദ്യമായാണ് മാർച്ച് മാസത്തിൽ 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് ഔദ്യോഗികമായി ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. 4 വർഷങ്ങൾക്ക് ശേഷമാണ് മാർച്ച് മാസത്തിൽ ചൂട് വീണ്ടും 40 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയരുന്നത്. വരും ദിവസങ്ങളിൽ ചൂട് വർദ്ധിച്ചേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പുനലൂർ 38.8 ഡിഗ്രി സെൽഷ്യസ്, കണ്ണൂർ എയർപോർട്ട് 37.4 ഡിഗ്രി സെൽഷ്യസ്, വെള്ളനിക്കര 37 ഡിഗ്രി സെൽഷ്യസ്, കോഴിക്കോട് 37 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയും ഉയർന്ന ചൂട് രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അതേസമയം ചൂട് ഗണ്യമായി വർദ്ധിക്കുമ്പോഴും സംസ്ഥാനത്ത് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. നോക്കാമിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ 9ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. കർണാടകയിലെ 3 സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. രാജസ്ഥാനിൽ നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് 2 പുതിയ സ്ഥാനാർത്ഥികളുമായാണ് പട്ടിക പുറത്തിറക്കിയത്. രാജസ്ഥാനിലെ രാജസമന്ദിൽ സുദർശൻ റാവത്തിന് പകരം ദാമോദർ ഗുജ്ജർ സ്ഥാനാർത്ഥിയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ധാർമ്മികതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുദർശൻ റാവത്ത് PCCക്ക് കത്ത് നൽകിയിരുന്നു. ദിൽവാഡയിൽ മുൻ സ്പീക്കർ CP ജോഷി ജനവിധി തേടും. ദാമോദർ ജോഷിയായിരുന്നു ദിൽവാഡയിൽ നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയായി. RJD 26 ഇടങ്ങളിൽ മത്സരിക്കും. കോൺഗ്രസിന് 9ഉം ഇടതു പാർട്ടികൾക്ക് 5 സീറ്റുകളും ലഭിച്ചു. മഹാരാഷ്ട്രയിൽ സീറ്റ് വിഭജനത്തിൽ തർക്കപരിഹാരം നീളുകയാണ്. 40 മണ്ഡലങ്ങളിലേക്കുള്ള സീറ്റ് വിഭജനമാണ് ബീഹാറിൽ ഇന്ത്യ സഖ്യം പൂർത്തിയാക്കിയത്. RJDയുടെ പട്നയിലെ ഓഫീസിൽ വെച്ച് പ്രഖ്യാപനം. കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. प्रधानमंत्री के रूप में राहुल गांधी जी को देखना चाहता हूं। मेरा संकल्प है जनता की भावनाओं के साथ खड़े रहकर राहुल गांधी जी को इस देश का प्रधानमंत्री बनाना। मेरा संकल्प, पूरा संकल्प इस देश का है राहुल गांधी जी को देश का प्रधानमंत्री बनाना. CPIM-ഉം CPI-യും ഓരോ സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. 4 സീറ്റ് ചോദിച്ച CPI-MLന് 3 സീറ്റ്. പൂർണിയ, ഔറംഗാബാദ് ഉൾപ്പെടെയുള്ള സീറ്റുകൾക്കായി കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചുവെങ്കിലും ലഭിച്ചിട്ടില്ല. പപ്പു യാദവിനെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസ് ഉദ്ദേശിച്ച മണ്ഡലമാണ് പൂർണിയ. അതേസമയം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിനുള്ളിൽ തർക്കം രൂക്ഷമാവുകയാണ്. മുംബൈയിലെ 6ൽ 5 സീറ്റിലും മത്സരിക്കുമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു. മുംബൈ നോർത്തിലും സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് പ്രഖ്യാപനം. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റിൽ സേന നടത്തിയ അവകാശവാദ തർക്കം കൂടുതൽ രൂക്ഷമാക്കും. 24 മുംബൈ. പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യമിട്ട് ആദായ നികുതി വകുപ്പ്. കോൺഗ്രസിന് പിന്നാലെ CPIM-ഉം CPI-ക്കും
തൃണമൂൽ കോൺഗ്രസ് നേതാവിനും നോട്ടീസ് അയച്ച ആദായ നികുതി വകുപ്പ്. CPIM-ന് 15.59 കോടി രൂപയും CPIക്ക് 11 കോടിയും പിഴ ചുമത്തിയാണ് നോട്ടീസ്. ആദായ നികുതി വകുപ്പിന്റെ പുനർനിർണയത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. 2016-17 വർഷത്തെ ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചതിൽ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് CPIM-ന് നോട്ടീസ്. ഒരു അക്കൗണ്ട് നമ്പർ വിട്ടുപോയതിലാണ് കനത്ത പിഴ. 24 കോടി രൂപ ലഭിച്ചതിലാണ് കഴിഞ്ഞ വർഷം 15.59 കോടി രൂപ പിഴയിട്ടത്. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ CPIM ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. 2014-18 കാലയളവിൽ ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ പഴയ പാൻ കാർഡ് വിവരങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിലാണ് CPIക്ക് 23 കോടി രൂപ പിഴ ചുമത്തിയത്. CPIയും നിയമ നടപടി ആരംഭിച്ചു. 2017-18 മുതൽ 2020-21 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും അടക്കം 1823 കോടി രൂപയുടെ പുതിയ നോട്ടീസാണ് കോൺഗ്രസിന് നൽകിയത്. 692 കോടി പലിശ മാത്രം അടയ്ക്കണം. ഡൽഹി ഹൈക്കോടതിയിൽ തിരിച്ചടി നേരിട്ട കോൺഗ്രസ് കോടതി അവധിക്ക് ശേഷം സുപ്രീം കോടതിയെ സമീപിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ നിയമപരമായിട്ടുള്ള വഴികൾ തേടും. ഇത് ഈ രാജ്യത്തെ കോടതികൾ ഇത് കാണുന്നില്ല. ഇത്രയും വലിയ ജനാധിപത്യ ധ്വംസനം ഒരു തിരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പേ നടത്തിയിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, കോടതികൾ എന്തുകൊണ്ട് കാണുന്നില്ല. BJPയിൽ നിന്ന് ആദായ നികുതി വകുപ്പ് 4600 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്. ആദായ നികുതി നിയമങ്ങളും ജനപ്രാതിനിധ്യ നിയമങ്ങളും BJP ലംഘിക്കുകയാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. 2017-18 के अंदर BJP ने 1297 लोगों के डोनेशन जिन्होंने दिए हैं उनका कोई एड्रेस, उनका कोई पता नहीं दिया, सिर्फ नाम लिखा और छोड़ दिया. 72 മണിക്കൂറിനിടെ 11 നോട്ടീസുകളാണ് തൃണമൂൽ കോൺഗ്രസ് MP സാകേത് ഗോഖലെക്ക് ലഭിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് AICC ആഹ്വാനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പ്രതിപക്ഷ പാർട്ടികളെ സമ്മർദ്ദത്തിലാക്കുന്ന നീക്കമാണ് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. 24 ഡൽഹി. ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ പ്രതികരണവുമായി രാഹുൽ ഗാന്ധി. സർക്കാർ മാറിയാൽ ജനാധിപത്യത്തെ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഇനി ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ ആരും ധൈര്യപ്പെടാത്ത നടപടിയായിരിക്കും സ്വീകരിക്കുക. ഇതാണ് തന്റെ ഗ്യാരണ്ടിയെന്നും രാഹുൽ എക്സിലൂടെ അറിയിച്ചു. BJPയുടെ ടാക്സ് ടെററിസം എന്ന ഹാഷ്ടാഗോടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. BJPയുടേത് അന്ധമായ രാഷ്ട്രീയ വിരോധവും വേട്ടയാടലുമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24നോട്. CPIക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടിയെ ചിരിയോടെ മാത്രമേ കാണാനാകൂ. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിന്റെ ഭീതിയാണ് കേന്ദ്ര സർക്കാരിനെന്നും രാഷ്ട്രീയ പോരാട്ടത്തിൽ മറുപടി രാഷ്ട്രീയമായിട്ടാണ് പറയേണ്ടതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അന്ധമായ രാഷ്ട്രീയ വിരോധം, അതിൻ്റെ ഫലമായ വേട്ടയാടൽ, അതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും. ഏതോ ചെറിയൊരു കാരണം പറഞ്ഞുകൊണ്ട് CPIക്ക് നോട്ടീസ് അയച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, പിഴ പറയുന്നത് 11 കോടിയാണ്. ആരും ചിരിക്കും. CPIയുടെ നിക്ഷേപം ചിലപ്പോൾ അത്ര കാണും, മൊത്തം നിക്ഷേപം. അത്രയും പൈസ പിഴ അടക്കാൻ പറയുന്നൊരു BJP ഗവൺമെൻറ്റിനെ പറ്റി ചിരിക്കാനേ പറ്റുള്ളൂ. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തെ നമുക്ക് 2 വഴിക്ക് നേരിടാം. ഒന്ന് രാഷ്ട്രീയ വഴിക്ക്, അത് ചെയ്യും CPI. 2 നിയമത്തിൻ്റെ വഴിക്ക്, ആ വഴിയും CPI ആരായും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ വിവരങ്ങൾ ED BJPക്ക് ചോർത്തി നൽകുകയാണെന്ന് ആം ആദ്മി പാർട്ടി. ഫോൺ പരിശോധിക്കണമെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കാനാണെന്ന് മന്ത്രി അതിഷി പറഞ്ഞു. കെജ്രിവാളിന്റെ അറസ്റ്റിലും കോൺഗ്രസിനെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടിയിലും ആശങ്കയറിയിച്ച് ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തി. വ്യവസായി സുകേഷ് ചന്ദ്രശേഖർ ഉന്നയിച്ച പണം വെട്ടിക്കൽ ആരോപണത്തിൽ AAP നേതാവ് സത്യേന്ദർ ജെയിനെതിരെ CBI അന്വേഷണം നടത്തും. മദ്യനയ അഴിമതി കേസിൽ ഡിജിറ്റൽ രേഖകൾ ശേഖരിക്കാൻ അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ പാസ്വേഡ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ED. പാസ്വേഡ് ED ചോദിക്കുന്നത് BJPക്കായി വിവരങ്ങൾ ചോർത്താനാണെന്ന് ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി ആരോപിച്ചു. പാർട്ടിയുടെ പ്രചാരണ പദ്ധതികളുടെ വിശദാംശങ്ങൾ ഫോണിലുണ്ടെന്നും അതിഷി. वो जानना चाहती है कि जो इंडिया अलायंस ने देश भर में चुनावी सर्वे करवाए हैं वो सर्वे क्या कह रहे हैं. इसलिए अरविंद केजरीवाल जी के फोन का पासवर्ड ED को नहीं, भारतीय जनता पार्टी को चाहिए. കസ്റ്റഡിയിൽ കഴിയുന്ന കേജ്രിവാളിന് വേണ്ടി വൈകാരികമായാണ് ഭാര്യ സുനിത കേജ്രിവാൾ സംസാരിച്ചത്. കേജ്രിവാൾക്കോ ആശീർവാദോ എന്ന പ്രചാരണത്തിന് ആം ആദ്മി പാർട്ടി തുടക്കമിട്ടു. പിന്തുണ സന്ദേശങ്ങൾ അയക്കാൻ വാട്സ്ആപ്പ് നമ്പരും തയ്യാറാക്കി. आपने अरविंद जी को अपना भाई, अपना बेटा कहा है. क्या इस लड़ाई में आप अपने भाई, अपने बेटे का साथ नहीं देंगे? मुझे पूरा विश्वास है कि हम सब साथ मिलकर ये लड़ाई लड़ेंगे. പോലീസ് അനുമതി നിഷേധിച്ചതോടെ BJP ആസ്ഥാനത്തേക്ക് ഇന്ന് നടത്താനിരുന്ന പ്രതിഷേധ മാർച്ചിൽ നിന്ന് ഇന്ത്യ മുന്നണി പിന്മാറി.
പകരം ഡൽഹി മന്ത്രിമാർ വീടുകൾ സന്ദർശിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്തു. ഡൽഹിയിൽ ഞായറാഴ്ച നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ മഹാറാലിക്ക് പോലീസ് അനുമതി ലഭിച്ചു. മഹാറാലിയിൽ കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, RJD നേതാവ് തേജസ്വി യാദവ്, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുക്കും. കേജ്രിവാളിന്റെ അറസ്റ്റിൽ അമേരിക്കയ്ക്കും ജർമ്മനിക്കും പിന്നാലെ ആശങ്ക അറിയിച്ച് ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തി. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് UN വക്താവ് പ്രതികരിച്ചു. 24 ഡൽഹി. പൗരത്വ നിയമത്തെ രൂക്ഷമായി വിമർശിച്ച ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ സങ്കുചിത ചിന്തകൾ ചെറുത്തു തോൽപ്പിക്കണമെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ അഭിപ്രായപ്പെട്ടു. ഒരു പൗരനെങ്കിലും ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ പരാജയമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിലും വിമർശിച്ചു. എന്നാൽ CAA പ്രചാരണ ആയുധമാക്കിയാൽ തിരിച്ചടിയുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത് ക്രൂരമായ അതിക്രമങ്ങളെന്ന് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ വിമർശനം. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്ന സങ്കുചിത ചിന്തകൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും ഡോക്ടർ തോമസ് ജെ നെറ്റോ. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. പണം കൊണ്ട് വിജയം നേടാൻ നടത്തുന്ന ശ്രമം ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. പലപ്പോഴും ജനാധിപത്യത്തെ നയിക്കാനും നിയന്ത്രിക്കാനും ഉള്ളവര് പണത്തിന്റെ സ്വാധീനത്തിലൂടെ കടന്നു വരുമ്പോൾ അവൻ മുടക്കിയത് അവൻ തിരിച്ചു പിടിക്കാൻ പരിശ്രമിക്കുന്ന ഒരു കാലാവസ്ഥ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്നായിരുന്നു സീറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ ഫാദർ തോമസ് തറയിലിന്റെ സന്ദേശം. ഭയത്തോടുകൂടി ഒരു മനുഷ്യനെങ്കിലും, ഒരുപക്ഷെ ഒരു രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനെങ്കിലും ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ആ രാജ്യത്തിന്റെ മുഴുവൻ പരാജയമായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം. മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാനാണ് നിയമമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ മറുപടി. CAA ഈ രാജ്യത്ത് ആരുടെയും പൗരത്വം ചോദ്യം ചെയ്യുന്നില്ല. CAA പൗരത്വം നൽകാനുള്ളതാണ്. അപ്പോൾ ആ വിഷയത്തിൽ ആരുടെയും പൗരത്വത്തെ ചോദ്യം ചെയ്യുന്നില്ല. മണിപ്പൂർ വിഷയത്തിൽ ക്രൈസ്തവ മതമേലധ്യക്ഷരുടെ വിമർശനം തള്ളി കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും രംഗത്തെത്തി. ഈ വിഷയത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സഭയുടെ നേതൃത്വം തന്നെ വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മതപരമായിട്ടുള്ള പ്രശ്നമല്ല, ഇതൊരു വംശീയമായിട്ടുള്ള പ്രശ്നമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾക്ക് നേരെ അതിക്രമം നടത്തിയ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. പ്രതിയെന്ന് സംശയിക്കുന്ന കണ്ണൂരിൽ താമസിക്കുന്ന കർണാടക സ്വദേശിയാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഉപേക്ഷിച്ച കുപ്പിയിലെ പഴയ സോഫ്റ്റ് ഡ്രിങ്ക് ഒഴിച്ചുവെന്നാണ് നിഗമനം. അതേസമയം കസ്റ്റഡിയിലുള്ളയാൾ തന്നെയാണ് പ്രതിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പയ്യാമ്പലത്തെ EK നായനാർ, കോടിയേരി ബാലകൃഷ്ണൻ, ചടയൻ ഗോവിന്ദൻ, O ഭരതൻ എന്നീ CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ ദ്രാവകം ഒഴിച്ച് വികൃതമാക്കിയത്. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടന കേസിലെ 2 പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി NIA. സ്ഫോടനം നടത്തിയ അബ്ദുൾ മദീൻ, അഹമ്മദ് താഹ, മുസഫർ, ഷസീബ് ഹുസൈൻ എന്നിവർക്കായാണ് നോട്ടീസ് ഇറക്കിയത്. പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം രൂപയുടെ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഫോടനം നടത്തിയ അബ്ദുൾ മദീൻ, അഹമ്മദ് താഹയ്ക്കായി നേരത്തെ NIA ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. സ്ഫോടനത്തിന്റെ പ്രധാന ആസൂത്രകനായ കർണാടക സ്വദേശി മുസമ്മിൽ ഷരീഫിനെ ഇന്നലെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് അറുതിയില്ല. ഇടുക്കി കുമളിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. സ്പ്രിംഗ് വാലി സ്വദേശി MR രാജീവിനാണ് പരിക്കേറ്റത്. അടിമാലി ഇരുമ്പുപാലത്തും ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. ചിന്നക്കനാൽ 301 കോളനിയിൽ ചക്കക്കൊമ്പൻ വീട് തകർത്തു. വയനാട് പുൽപ്പള്ളിയിലും തൃശൂർ മലയ്ക്കപ്പാറയിലും കാട്ടാനി ഇറങ്ങി. കുമളി സ്പ്രിംഗ് വാലിയിലെ കുരിശുമല കയറി ഇറങ്ങുമ്പോഴാണ് രാജീവ് കാട്ടുപോത്തിന് മുന്നിൽ അകപ്പെട്ടത്. വയറിനും കൈക്കും പരുക്കേറ്റ രാജീവിനെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഇരുമ്പുപാലം പടിക്കപ്പിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങിയത്. അക്രമകാരിയായ കാട്ടുപോത്തിനെ തുരത്താനും പരാജയപ്പെട്ടാൽ മയക്കുവെടി വെക്കാനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. പുലർച്ചെയോടെയാണ് ചക്കക്കൊമ്പൻ കാട്ടാന 301 കോളനിക്ക് സമീപം എത്തിയത്. വയൽപ്പറമ്പിൽ ഐസക് എന്നയാളുടെ ഷീറ്റ് കൊണ്ട് മറച്ച വീട് ആക്രമിച്ചു.
വീട്ടിനുള്ളിൽ ആളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ശബ്ദം കേട്ട് നാട്ടുകാർ എത്തി ആനയെ തുരത്തി. മലക്കപ്പാറ ആനക്കയം സ്വാമി റോഡിൽ തമിഴ്നാട് സ്വദേശികളുടെ വാഹനത്തിനു നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തു. വയനാട് പുൽപ്പള്ളി പാക്കം റോഡിൽ കാട്ടാന ഇറങ്ങി. കുറിച്ചിപ്പറ്റയിലെ വനപാതയിലാണ് രാവിലെ കാട്ടാന ഇറങ്ങിയത്. ആനയ്ക്ക് മുന്നിൽപ്പെട്ട കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാലക്കാട് കുഴൽമന്ദത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റ കളപ്പെട്ടി സ്വദേശി തത്തയെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 24 ഇടുക്കി. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോട്ടയം മുണ്ടക്കയത്തുണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപക നാശം. 4 വീടുകളുടെ മേൽക്കൂര തകർന്നു. നിരവധി മരങ്ങളും ഒടിഞ്ഞു വീണു. മാഹിയിലെ സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ PC ജോർജിനെതിരെ കേസെടുത്ത പോലീസ്. CPIM മാഹി ലോക്കൽ സെക്രട്ടറിയുടെ പരാതിയിൽ കലാപാഹ്വാനത്തിനാണ് കേസ്. കോഴിക്കോട്ടെ NDA കൺവെൻഷനിലായിരുന്നു PC ജോർജിന്റെ വിവാദ പരാമർശം. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന് മുൻ കോൺഗ്രസ് പ്രവർത്തകന്റെ മർദ്ദനം. യൂത്ത് കോൺഗ്രസ് കഴക്കൂട്ടം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വിഷ്ണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. വിഷ്ണു മർദ്ദിച്ചുവെന്ന പരാതിയുമായി മുൻ കോൺഗ്രസ് പ്രവർത്തകൻ ദീപുവും രംഗത്തെത്തി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി 2 മുങ്ങിമരണം. തിരുവനന്തപുരം പള്ളിക്കൽ പുഴയിലിറങ്ങിയ നാവായിക്കുളം സ്വദേശി വൈഷ്ണവ് മുങ്ങിമരിച്ചു. കോഴിക്കോട് ജാനകിക്കാട് പുഴയിൽ കുളിക്കാനിറങ്ങിയ പോണ്ടിച്ചേരി സ്വദേശിയായ യുവ ഡോക്ടർ ഗൌഷിക് ദേവ മരിച്ചു. ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് സ്വർണ്ണവില 1.5 ലക്ഷം രൂപ കടന്നു. പവന് 1040 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. 50,400 രൂപയാണ് ഇന്ന് ഒരു പവന്റെ വില. 24-ലൂടെ രാഷ്ട്രീയം പറഞ്ഞ വയനാട്ടുകാർ. ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയിലാണ് പ്രാദേശിക പ്രശ്നങ്ങൾ മുതൽ ദേശീയ വിഷയങ്ങൾ വരെ ചർച്ചയായത്. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലായിരുന്നു ജനകീയ ചർച്ച. ഇന്ത്യ മുന്നണിയുടെ സമുന്നത നേതാക്കളായ രാഹുൽ ഗാന്ധിയും ആനി രാജയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കെ സുരേന്ദ്രന്റെ മത്സര സാന്നിധ്യത്തിൽ ശ്രദ്ധേയമായ മണ്ഡലത്തിൽ 3 മുന്നണികളും നിലപാടുകൾ പങ്കുവച്ചു. LDF-ൽ നിന്ന് മുൻ MLA-യും ജില്ലാ കൺവീനറുമായ CK ശശീന്ദ്രൻ സംസാരിച്ചു. UDF-ൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും DCC വൈസ് പ്രസിഡന്റുമായ സംഷാദ് മരക്കാറും BJP-യിൽ നിന്ന് പ്രശാന്ത് മലവയലും. അദ്ദേഹത്തെ ഇഷ്ടമെടുത്ത് മത്സരിക്കാം, അതൊക്കെ അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അദ്ദേഹം വിതരണം ചെയ്യുന്ന ഒരു സ്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ശുദ്ധ കളവും. അങ്ങനെ ഒരു തീരുമാനം ഇന്ത്യ മുന്നണി എടുക്കുകയും ചെയ്തിട്ടില്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം BJP-ക്ക് എതിരാണ്. BJP എതിർക്കുന്നത് ഒരു പാർലമെന്റ് സീറ്റിൽ അദ്ദേഹം മത്സരിക്കുന്നതോട്. അപ്പോൾ രാഹുൽ ഗാന്ധി മോദിയും വാരണാസിയിൽ മത്സരിക്കുന്നതോടുകൂടി വർഗീയതയ്ക്കെതിരെയുള്ള ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം ഉച്ചസ്ഥായിയിൽ എത്തിയെന്നൊന്നും പറയാൻ പറ്റില്ല. വയനാട്ടിലേക്ക് ഒളിച്ചോടി വരുന്ന 2 ആളുകൾ, അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അവർക്ക് മത്സരിച്ച് ജയിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു തുരുത്ത് തെരഞ്ഞെടുക്കുമ്പോൾ അത് വയനാടിനെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഒന്ന് ദേശീയ നേതാവായിട്ടുള്ള ആനി രാജയും ഒന്ന് ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും. രാത്രി യാത്രാ നിരോധനം, വന്യമൃഗശല്യം, റെയിൽ കണക്ടിവിറ്റി, ബദൽ പാതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. വയനാട്ടിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് നിങ്ങൾ അത് പറ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സമയത്ത് വരുന്നുണ്ട്. പോളിന് ആന കുത്തി കൊന്നു, അജീഷിന് ആന കുത്തി കൊന്നു, പ്രജീഷിനെ കടുവ പിടിച്ചു. കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രി വന്നിട്ടുണ്ട് ആ വീട്ടില്? പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ ഉയർന്നു. സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ മന്ത്രി ശിവൻകുട്ടി അവിടെ നേരിട്ട് പോയല്ലോ. ആ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്നവർക്കെതിരെയുള്ള ഏക ആക്ഷേപം എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കയറാൻ പോയി എന്ന് പറയുന്നത് CPM. സിദ്ധാർത്ഥന്റെ വിഷയം വളരെ ദൗർഭാഗ്യകരവും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന കാര്യം കേരളത്തിലെ എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്നതാണ്. പാർട്ടിയും ഗവൺമെന്റും എല്ലാവരും ആ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞു CBIക്ക് വിടുന്നത്, CBIക്ക് വിട്ടിട്ടുണ്ട്. വെള്ളമുണ്ട പുളിഞ്ഞാൽ റോഡ് തകർന്നതുമൂലം പൊടി ശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ദുരവസ്ഥയിൽ പ്രതിഷേധമുയർന്നു. ശക്തനായ ഒരു നേതാവാണ് കോൺഗ്രസിന്റെ. പുളിഞ്ഞാൽ റോഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം എന്താ വെച്ചാൽ അത് PMC വഴിപ്പെടുന്നതാണ്. പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽപ്പെടുന്നതാണ്. അതിലെ കാലതാമസത്തിൽ അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ പ്രതിഷേധമൊക്കെ സ്വാഭാവികമായിട്ട് ജനാധിപത്യപരമാണ്. അതിലെങ്ങനെ ഇടപെടാൻ കഴിയുന്നതാണ് ആലോചിക്കുക. നമ്മൾ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ അവിടെ വരും. നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് സംസാരിക്കാം. ഞാൻ 100% ഉറപ്പ് തരുന്നു. നാളെ വടകര മണ്ഡലത്തിലാണ് 24-ന്റെ രാഷ്ട്രീയ സംവാദം. 24 വയനാട്.
സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഗ്രൂപ്പായ അജ്മൽ ബസിമിയുടെ ഇലക്ട്രോണിക്സ് ഹൈപ്പർ മാർട്ട് വിഭാഗങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് കൊച്ചിയിൽ നടന്നു. 10 പേർക്ക് 100 ഗ്രാം സ്വർണം വീതം ലഭിച്ചു. കളമശ്ശേരി ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പിൽ ബിസിനസ് ഹെഡ് ഉമേഷ്, മാർക്കറ്റിംഗ് മാനേജർ ഫഹദ്, ബിസിനസ് മാനേജർ ഷാരോൺ, ബിസ്മി ഹൈപ്പർമാർട്ട് ബിസിനസ് ഹെഡ് ശ്രീകുമാർ, പൊതുപ്രവർത്തകൻ CN രാജഗോപാൽ, സംഗീത സംവിധായകൻ ശരത് തുടങ്ങിയവർ പങ്കെടുത്തു.